നമുക്കൊരു ബേബി ഡോൾ ടോപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ നൂല് വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല നൂലാട്ടത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഞാൻ പിൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കറക്റ്റായിട്ട് മലയാളത്തിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഈ ടോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പാണ്. അപ്പോൾ ഞാനൊരു ബിഗിനറാണ് കേട്ടോ. ക്രോഷ്യയിൽ എനിക്ക് ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിട്ട് പോലും ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഈ ടോപ്പ് ഉണ്ടാക്കി കഴിയാൻ. എന്നാലും കുറച്ച് ടൈം എടുത്താലും നല്ല ഭംഗിയിൽ തന്നെ ടോപ്പ് നമുക്ക് കിട്ടും. ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ഞാൻ എത്ര ചെയിൻ സ്റ്റിച്ചാണ് ഇടുന്നുള്ളത് ഫുള്ളായിട്ട് പറയുന്നില്ല, കാരണം പലർക്കും പല സൈസാണ് വരിക. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബ്രസ്റ്റിൻ്റെ മേലെ ഭാഗം മുതൽ ബ്രസ്റ്റിൻ്റെ അടിഭാഗം വരെയുള്ള സൈസൊന്ന് അളക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എത്ര നട്ടുകൊണ്ടൊന്നും ഞാൻ എണ്ണ നോക്കിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തന്നേനു. ഞാൻ ഈ ടോപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ചായി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടാണ് കേട്ടോ. ഇത്രയും ലോങ് വീഡിയോ നമ്മൾ വോയിസ് അവിടെ കൊടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത്. പിന്നീട് നമ്മളെന്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഒരു ചെയിന് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സ്റ്റിച്ച് മാർക്കർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുക്കാൻ പോയതാണ് ഞാൻ അവിടെ എടുക്കാൻ പോയതാണ്. സ്റ്റിച്ച് മാർക്കർ തന്നെ വേണമെന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ള സാധാ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ നമ്മളെ പേപ്പർ പിന്നില്ലേ അതൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മതി. നമുക്ക് അവിടെയാണ് നമുക്കൊരു അടയാളം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യണത്. ഇപ്പോൾ അതില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വ്യത്യാസം എന്തായാലും വരും. പിന്നെ ഇതൊക്കെ ചിലവാൻ കയറിയിട്ടും താന്നിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് പ്രൊജക്റ്റിൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമുക്ക് എൻ്റെ നോക്കി മനസ്സിലാവില്ല. എനിക്ക് അങ്ങനെ കറക്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. 4 ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് തന്നെ ഹാഫ് ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിതിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യണത് സ്ലിപ്പ് സ്റ്റിച്ചും ഹാഫ് ഡബിൾ ക്രോഷിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയുന്ന പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡബിൾ ക്രോഷ് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ നൂലൊന്ന് നമ്മളൊരു ജസ്റ്റ് ഇങ്ങനെ വളച്ചെടുക്കൂലേ, കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. നമ്മളെല്ലാ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ളായിട്ട് തിരിച്ച് ഹുക്ക് എടുക്കുമ്പോഴാണ് കേട്ടോ ഹാഫ് ഡബിൾ ക്രോഷ് കിട്ടുക. ഇങ്ങനത്തെ ഒരു പാറ്റേണിലാട്ടോ കിട്ടുക. നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യണതിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഹാഫ് ഡബിൾ ക്രോഷയ്ക്ക് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാതുണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നമ്മളെ ചാനലിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. പിന്നെ ഫുള്ളായിട്ട് തന്നെ ഞാനത് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പാറ്റേൺ വരുന്നത്. പിന്നീട് നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് തിരിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാനതിന് വേണ്ടിയിട്ട് തന്നെ തിരിച്ചു പിടിക്കുക. ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഒന്ന് തിരിച്ചു പിടിക്കുന്നത് കേട്ടോ. തിരിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ നോർമൽ രീതിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടുക അതേപോലെ തന്നെ ഇട്ടിടണത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ വളച്ചെടുക്കുമല്ലോ നൂല്, അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് നേരെ തന്നെ ഹുക്ക് അടുത്ത ചെയിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അടുത്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ചെയിൻ്റെ ഹുക്കിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നൂലൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ആ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും കേട്ടോ. പിന്നെ ഈ പാറ്റേൺ ഫുള്ളായിട്ട് തന്നെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് മൊത്തമായിട്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ മുന്നേ 2 സൈഡിലായിട്ടുള്ള അടുത്ത സൈഡിൽ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ പാറ്റേൺ വരിക ആ സ്ലിപ്പ് സ്റ്റിച്ച് ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെയാണ് വരിക. പിന്നീട് അത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതൊരു 3 കൂടി ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണേ പിന്നെയും പറഞ്ഞാൽ ഒന്നും കൂടി ജസ്റ്റ് ആദ്യം തന്നെ ഹുക്ക് നമ്മളൊരു ചെയിനിക്ക് ഇൻസേർട്ട് ചെയ്യുക, നൂല് ജസ്റ്റ് വലിക്കുക, പിന്നെ എല്ലാ 2 സ്ലിപ്പ് സ്റ്റിച്ച് 2 ചെയിൻ നമുക്ക് വരിക. 2 ചെയിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നൂല് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ അവസാനത്തിലും അതുപോലെ തന്നെ അവസാനം ചെയ്യുമ്പോൾ നമ്മൾ ആ ഹുക്ക് ഊരിയെടുക്കുമ്പോൾ സ്റ്റിച്ച് മാർക്കർ ഊരിയെടുക്കുക കേട്ടോ. നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മളെ പ്രൊജക്റ്റ് നമ്മൾ തിരിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടപ്പോൾ നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ മേൽഭാഗം അങ്ങനെ വരാം. പിന്നെ ഇനി അതിൽ മേൽഭാഗത്തുള്ള 2 ലെയറായിട്ടാണ് നിൽക്കുക. അതിൽ മേൽഭാഗത്തുള്ളിൽ നമ്മൾ പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി എങ്ങനെ തന്നെ പാറ്റേൺ വരിക, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും, നാക്കുളിക്കാട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് തിരിച്ചു പിടിക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്രൊജക്റ്റ് നമ്മൾ തിരിച്ചു പിടിക്കാട്ടോ ചെയ്യുക. പിന്നെ നിങ്ങളിതൊക്കെ ചെയ്താൽ ഇങ്ങനത്തെ നമ്മളൊന്ന് വീഡിയോ നോക്കി ചെയ്താൽ ഇതിൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒരു വീഡിയോയിലൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അയച്ചെന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തതാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതേപോലെയാണ് മൂന്നാമത്തെ ലെയറായിട്ടുള്ള പാറ്റേൺ ചെയ്യുമ്പോൾ വരിക കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊന്നും കൂടി ഒരു 3 കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ 3 കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്യുക. ആദ്യം നമ്മൾ ഒന്ന് നൂല് ഹുക്കുമൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്തിടുക, ചെയിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ചെയിൻ നമ്മൾ ഹുക്കുമ കിട്ടും. ആ 3 ഉള്ളിൽ കൂടി നൂലൊന്ന് വലിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. ഈ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ചെയിൻ ഇടുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മേലക്കൂടെ വരുന്ന ഒരു ഇതാട്ടോ. അതിൽ 2 ചെയിനായിട്ട് ഇങ്ങനെ നിൽക്കും. അതിൽ മേലത്തെ ചെയിനുമ്പോൾ കൂടെയാണ് ഇട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട 2 കൂടി എടുക്കരുത് കേട്ടോ. ഇതിൽ നമ്മൾ പാറ്റേൺ എങ്ങനെ വരിക അറിയോ, ഇതിങ്ങനെ പൊന്തിയും താന്ന് നിൽക്കണ പോലെയാണ് നമ്മളെ പാറ്റേൺ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫുള്ളായിട്ട് ഞാനിത് ചെയ്തെടുത്തിട്ട് വോയിസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് വരുന്നത്. ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ രസമുണ്ടെന്ന് നിങ്ങൾ പറയാം. ഈ നൂല് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാൻ. വീഡിയോയിൽ കാണാൻ അടിപൊളിയാണ്, നേരിട്ട് ഈ നൂല് കാണാൻ കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടാണ് കേട്ടോ ഈ നൂല് നിൽക്കുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് വൈറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ പല കളറായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരിക ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് 7 ബോൾസോ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഒരു 7 അല്ല 8 ബോൾസാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പാക്കിൽ നമുക്ക് 6 ബോൾസാണ് ഇട്ട് കിട്ടുക. അത്യാവശ്യം നൂല് ഒരു 6 ബോൾസിൽ വരുന്നുണ്ട്. ഒറ്റ ബോൾ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റിൽ തന്നെ നൂല് വരുന്നുണ്ട് കേട്ടോ. ഇനി ആ സൈഡ് ഭാഗത്ത് ഒരു
ചെയിൻ ഇട്ടതിന് ശേഷം ആ ചെയിനൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ടൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഇനി പോരാതെക്കാൻ ലാസ്റ്റ് നമ്മൾ കെട്ടണ എല്ലാവർക്കും അറിയാലോ, അതേപോലെ തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് യോജിപ്പിക്കാൻ പോകാൻ കേട്ടോ. അതിന് തന്നെ ഞാൻ നൂലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ആദ്യം അപ്പോൾ ഫസ്റ്റത്തെ ചെയിനിലിടുക കേട്ടോ. ഇനി നൂലായി തന്നെ ഹുക്കൊന്ന് ഫസ്റ്റത്തെ ചെയിനൊക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നൂല് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക കേട്ടോ. കാരണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യണത്. വേറെ ഇതിൽ മെത്തേഡ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞില്ല, ഞാനൊരു ബിഗിനറാണ്, അപ്പം ഇതിനെ പറ്റി വല്ലാതെ അറിയില്ല കേട്ടോ. രണ്ടാമത്തെ കൂടി വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ എനിക്ക് വരുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയണില്ല. കാരണം നമുക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ മിസ്റ്റേക്ക് വരും. കാരണം പിന്നെ ഞാനില്ലേ ഈ ടോപ്പിൻ്റെ ബേസ് ഭാഗം ഒരു 3-4 വട്ടം അയച്ച് തുന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് കോണ് പോലെ ഇങ്ങനെ ഒരു ഭാഗം പൊന്തി ഒരു ഭാഗം താന്നുമാണ് കേട്ടോ പിന്നെ കിട്ടിയിരുന്നത്. ഒരു 3-4 വട്ടം അയച്ച് തുന്നിയതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട്. ഇപ്പോഴും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാവും. ഇതിൻ്റെ മേലെ ഭാഗം അടിഭാഗമൊക്കെ ഇങ്ങനെ പൊന്തിന്നൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്ന് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ വരും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള പോലെ ഏറട്ടെ. അതുകൊണ്ടാണ് പിന്നെ മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ അതിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, ഇനി നിങ്ങൾക്ക് ആ ഭാഗത്ത് ഇങ്ങനെ തെറ്റ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് മൊത്തമായിട്ട് അങ്ങനെ. ഇനി ഞാൻ ചെയ്യുന്നത് ആ 2 നൂലും കൂടിയും 2 ഭാഗം കൂടി എടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. ടൈറ്റാക്കി മാക്സിമം ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. കാരണം അതുപോലെ നമ്മുടെ ടോപ്പ് മൊത്തം കൊളാവും കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കണം കേട്ടോ ആ നൂല് ആ ഭാഗത്ത്. പിന്നെ ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകട്ടോ. അങ്ങനെ 2 ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഭാഗത്ത് 2 ഇങ്ങനെ ഇതുപോലെ കൂലേ 2 ചെയിൻ്റെ പോലെ കൂടി ആ 2 ഉള്ളിൽ കൂടി എടുക്കണം കേട്ടോ, എന്നാലും നല്ല ടൈറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ല, അതേപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിടാൻ കുറച്ച് ഗതികേടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, എന്നാലും ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. എന്ത് കാരണം ഭയങ്കര ടൈറ്റാണ് അത്. നമ്മൾ രണ്ടും ചെയ്ത് വെച്ച പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുമ്പോൾ നല്ല ഗതികേടുണ്ടായിരുന്നു. ബിഗിനറൊക്കെ ആകുമ്പോൾ ഭയങ്കര ഗതികേടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്ന് ചെയ്ത് 4-5 ചെയ്യുമ്പോൾ പിന്നെ സുഖമായിട്ടുണ്ട് വരും കേട്ടോ ചെയ്യാൻ. ഫുള്ളായിട്ട് ഞാൻ ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്ലോസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ ലുക്ക് ഇങ്ങനെ ആയിട്ട് വരുന്നത്. ഇതിൽ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ചില ഭാഗം പൊന്തി നിൽക്കുന്നതും താന്ന് നിൽക്കുന്നതും ഒക്കെ കേട്ടോ. പിന്നെ ഞാൻ പുതിയ ത്രെഡിൻ്റെ ഒരു സൈഡ് എടുത്തതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ എൻഡ് ചെയ്തത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നൂല് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് കെട്ടി കൊടുക്കാണ്ട് ഫസ്റ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഹുക്ക് നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം
നൂലതിൻ്റെ പുറത്തു കൂടെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് സുഖം വീഡിയോയിൽ നോക്കി ചെയ്യുമ്പോഴേ കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് നല്ല കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മാക്സിമം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കണം കേട്ടോ. അത് കണ്ടില്ലേ, ശരിക്കും പിടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോണേ. നമ്മൾ മാക്സിമം നന്നായിട്ട് പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇതേമാതിരി 3-4 വട്ടം പിന്നെ എടുക്കേണ്ടി വരും കേട്ടോ. നന്നായിട്ട് തന്നെ മുറുക്കി കെട്ടി കൊടുക്കണം കേട്ടോ. അത് ബാലൻസ് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് ഇടാണ് കേട്ടോ. ഒരു വലിയ വീതി ഉള്ളതൊന്നും ഉണ്ടാകും, പിന്നെ വീതി ഇല്ലാത്തൊരു പാട്ടും വരും. അതിൽ രണ്ടിലും ഓരോ ചെയിൻ വെച്ചാണ് കേട്ടോ നമ്മൾ ഇടേണ്ടത്. വീതിയുള്ളൊരു ഭാഗത്തൊരു ചെയിനും വീതി ഇല്ലാത്തൊരു ഭാഗം ഉണ്ടാവും, അവിടെ ഒരു ചെയിനും. അതേപോലെ തന്നെ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കണ്ട് അപ്പോൾ ഇനി നമ്മൾ എൻഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് എത്തുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഫസ്റ്റ് ചെയിനുമൊക്കെ ജസ്റ്റ് കൂട്ടി കൊടുക്കാനായിട്ട് ചെയ്യണത്. പിന്നീട് നമ്മൾ ആ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അവസാനം ചെയ്യുമ്പോൾ തന്നെ 4 ചെയിൻ സ്റ്റിച്ച് ഇടുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ ചെയിൻ സ്റ്റിച്ച് ഒരു ഡബിൾ ക്രോഷ്യേറ്റ് ആക്ട് ചെയ്യും കേട്ടോ. ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്, ആ സെയിം സ്റ്റിച്ചൊക്കെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യേയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്, ലാസ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത റോ എത്തുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഡബിൾ ക്രോഷ്യ 2 കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ ഇടുക, പിന്നെ 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് നമ്മൾ അടിയത്തൊരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യണം കേട്ടോ. രണ്ടാമത്തേൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ 3 അപ്പോൾ ഡബിൾ ക്രോഷ്യയും കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് അത്യാവശ്യം എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മളൊരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മ്യൂസിക്കും കാര്യങ്ങളും ഇടുന്നത്. മൊത്തം 27 മിനിറ്റ് വോയിസ് ഓവർ എടുക്കുമ്പോഴത്തേന് ഞാനൊരു വിധമാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കാത്തത്. പിന്നെ ഫുള്ളായിട്ട് പറയാൻ കുറേ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലൊരു പാറ്റേണിലാണ് കേട്ടോ വരിക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക,
3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിനുടെ അടിയിൽ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അത് കവർ ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റിക്ക് എത്തുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തിയിൽ 3ാമത്തെ ചെയിനുമ്മേൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ജോയിൻ ചെയ്ത അടുത്ത് തന്നെ ഒരു ഹോള് പോലെ കാണുന്നില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 3 ചെയിനും കൂടി ചെയ്ത് കൊടുക്കുക. ഒന്ന്, അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് നൂലിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടുന്നത് 2, 3. അപ്പോൾ ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ഒരു ചെയിൻ ഇറക്കി കൂട്ടുക, അതുകൊണ്ട് തന്നെ 4 ചെയിനാട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ 2 ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്യേണ്ടത് വരുന്നത്. ഒന്നിങ്ങനെയാണ് കേട്ടോ വരിക. എന്നിട്ട് പിന്നെ അവിടെ തന്നെ 2 ഡബിൾ ക്രോഷ്യം കൂടിയും ചെയ്യാം കേട്ടോ. ഇവിടെ ഈ ഡബിൾ ക്രോഷ്യൻ്റെ ഇടയിൽ ചെയിനൊന്നും കൊടുക്കരുത്. നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെയിൻ്റെ എടുക്കുന്നതിൻ്റെ അടുക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഹുക്ക് പോന്നു, ആകെ വലിച്ചെടുത്തിട്ട് പിന്നെ ആദ്യം നിന്ന് ഒന്നുകൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചെയിനും കൂടിയും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ആ മിസ്റ്റേക്ക് വന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ കുറച്ച് മുന്നേ. അപ്പോൾ അതാണ് കേട്ടോ, എനിക്ക് 2 ഹോൾ അടുത്തടുത്ത് വന്നു കണ്ടോ. പിന്നെ എന്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹോൾ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ നേരെ അടുത്തുള്ളിൽ ഞാൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 2 കൂടി നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ മടിയിട്ടോ പിന്നെ ചെയ്യാനിത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. എന്നിട്ട് ഞാനൊരു ചെയിൻ കൊടുക്കും. എന്നിട്ട് അടുത്ത ഹോൾ വരില്ലേ അവിടെ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ കൊടുത്തു. എന്നിട്ട് അടുത്തൊരു പെറ്റലിന് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അടുത്തുള്ള ഹോളിൽ നമ്മൾ പിന്നെ ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഒരു ചെയിൻ ചെയ്യുക കേട്ടോ. ഇതേ പാറ്റേണിൽ മൊത്തമായിട്ട് അടിവരെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്.
അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കൈയിൻ്റെ എത്ര ലെങ്ത് വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കൈ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ, കൈയിൻ്റെ അവിടെ അത്യാവശ്യം കട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഒറ്റൊന്നേ കാണിക്കുന്നുള്ളൂ, കാരണം ഇത് ഞാൻ പെരുന്നാളിൻ്റെ തലേന്നാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വലിയ പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തിരുന്നത്. പക്ഷേ അവൾക്ക് ഞാൻ ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചത് മതിയാവും കൈയിൻ്റെ കട്ടി. പക്ഷേ കിട്ടപ്പോഴാണ് മനസ്സിലായത് അത് പോരാ. പിന്നെ ഞാൻ ജസ്റ്റ് പിന്നെയും അപ്പോൾ രാവിലെ ഇരുന്ന് ചെയ്തതായിട്ട് രണ്ടാമത്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തതിന് ശേഷം നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കെട്ടണ ഭാഗത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് മുറുക്കി കെട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഴിഞ്ഞ് പോരും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് നല്ല മുറുക്കി കെട്ടി കൊടുക്കാം. പിന്നെ ഞാൻ കയ്യിൽ എത്ര ചെയിൻ ഇടുന്നുണ്ടെന്ന് പറയണില്ല, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓരോരുത്തർക്കും ഓരോ കൈൻ്റെ അളവൊക്കെയാണല്ലോ വരിക, അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പം ഞാൻ ഫുള്ളായിട്ട് തന്നെ ചെയിൻ എനിക്ക് ആവശ്യത്തിനുള്ള ചെയിൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലൊരു ക്ലിപ്പ് എടുക്കാൻ മറന്നു. അത് അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന ഭാഗം ഞാൻ എടുക്കാൻ വിട്ടു പോയതാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. 2 ഡബിൾ ക്രോഷ്യ ഒരു കൈമ ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മീൻസ് കട്ടി കുറവേക്കാരം കയ്യിന്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയണങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അത്ര കിട്ടിയില്ല, കയ്യിൻ്റെ അത്ര കട്ടി കിട്ടിയില്ല എന്ന് പറയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് 2 ഭാഗത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഇട്ട് വരുന്നത്. രസം ഉണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. അടുത്ത് എന്ത് വേണം ചെയ്യണമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ.